നമസ്കാരം, അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ പുറകിൽ നിന്നും ആരെങ്കിലും കഴുത്തിന് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു വിദ്യയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിഷേകാണ്. അപ്പോൾ പുറകിൽ നിന്ന് ഈ ഒരു രീതിയിൽ കഴുത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ പലപ്പോഴായി നമ്മൾ കാണാറുണ്ട്. ഈ രീതിയിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ പിടിച്ച് നിർത്തുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ അല്പം ഒന്ന് ചെരിഞ്ഞുകൊണ്ട് ആളെ ഒന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ തട്ടുക. ആ സമയത്ത് തന്നെ കൈകൊണ്ട് നമ്മൾ മുഖത്തേക്കും തട്ടുക. പിന്നെ നമ്മൾ ഈ ഒരു കാല് ചെരിച്ച് വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ചെയ്ത് നോക്കാം. പിടിക്കുന്ന അവസരത്തിൽ അല്പം മാറി തട്ടുന്ന അവസരത്തിൽ തന്നെ എതിരാളി അല്പം മുന്നോട്ടേക്ക് ചെരിഞ്ഞു നിൽക്കും. അതേ കൈ തന്നെ നമ്മൾ തിരിച്ച് മുഖത്തേക്കാണ് തട്ടുന്നത്. ഈ ഒരു ഇടത് കാല് നമ്മൾ തിരിച്ചുകൊണ്ട് ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ചെയ്ത് നോക്കാം. പിടിക്കുന്നു, തട്ടുന്നു, തിരിച്ച് നമ്മൾ ഈ ഒരു രീതിയിൽ മുഖത്തേക്ക് തന്നെ തട്ടുന്നു, തിരിഞ്ഞ് മുന്നിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പ്രയോഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം കഴുത്തിന് അതിശക്തിയായി പിടിക്കുന്ന ഒരാൾ പെട്ടെന്ന് നമുക്കിത് ഒഴിവാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ഒരു തട്ടാണ് ആളെ ബലം നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു തട്ട് നമ്മൾ കൊടുക്കുന്ന അവസരത്തിൽ തന്നെ നമ്മൾ കൈ തിരിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ മുഖത്ത് തട്ടുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ തിരിയണം. കാരണം എതിരാളിയുടെ മൈൻഡ് മാറുന്ന അവസരത്തിൽ നമ്മൾ തിരിഞ്ഞുകൊണ്ട് എതിരാളിയെ മുന്നിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം വിദ്യകളൊക്കെ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു വിദ്യകളൊന്നും നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.